നമസ്കാരം. പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു ഒഴുക്കാണ് BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വട്ടം കോൺഗ്രസ് ഇവിടെ വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമായിട്ട് പോലും പത്മജയുടെ BJP പ്രവേശനത്തിന് ശേഷം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇന്ന് BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് തല ചുമതലയുള്ള ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് BJPയിലേക്ക് പ്രവേശിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? മനു കൊള്ളത്ത്. BJPയിൽ പ്രവേശിക്കാണ്ടായിരുന്ന കാരണം എന്താ? ഞങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ഞാനടക്കം KSU കാലഘട്ടം തൊട്ട് കോൺഗ്രസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു. വിൽവട്ടം മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. നിലവിൽ തൃശ്ശൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്നു. BJPയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾക്ക് ലീഡർ ശ്രീ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിൻ്റെ നിലപാടിനൊപ്പമാണ് ഞങ്ങൾക്ക് നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതിൽ പൂർണ്ണ സംതൃപ്തനാണ്. 101% പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള കാലം പാർട്ടിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? ഇല്ല, ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് മുന്നിലാണ്. കൂടുതൽ സ്ത്രീ വോട്ടേഴ്സ് അടക്കം ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഒരു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. ചേട്ടാ നമസ്കാരം. എന്തായിരുന്നു ചുമതല? എന്തായിരുന്നു ചുമതല? ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു. പേരെന്തായിരുന്നു? പേര് രാധാകൃഷ്ണൻ. എത്ര വർഷമായിട്ട് കോൺഗ്രസിലുണ്ട്? കോൺഗ്രസ്സിൽ 30 വർഷത്തോളമായിട്ട് കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും ഒരു എന്താ പറയുക, പരസ്പരം ഒരു പാരവയ്ക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറി എന്നുള്ളതാണ് സത്യം. കാരണം വെച്ചാൽ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ എങ്ങനെ തോൽപ്പിക്കാം, അടുത്ത തവണ ആ തോൽപ്പിക്കുന്ന വ്യക്തികൾക്ക് നിൽക്കാം എന്നുള്ളത് മാത്രമാണ് ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് നിൽക്കുന്ന ഇപ്പോൾ ഉള്ള ഭാരവാഹികളുടെ പ്രധാനപ്പെട്ട അജണ്ട. ഇപ്പോൾ BJP എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ വർഗീയ പാർട്ടിയാണെന്നുള്ളൊരു പ്രചരണം വർഷങ്ങളായിട്ട് ഉള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ നിരവധി വർഷമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്നൊരു BJP പ്രവേശനം മറ്റുള്ള സഹപ്രവർത്തകർ, ഇത്ര നാൾ പ്രവർത്തിച്ച ആളുകൾ അത് പെട്ടെന്ന് സ്വീകരിക്കാൻ തയ്യാറാവും? ഒരിക്കലും ഒരു വർഗീയ പാർട്ടി, അതിലും വലിയ വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചുള്ളതാണ്. അതായത് ഒരു ഹിന്ദുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ ഓരോരുത്തർക്കും ഒരു റിസർവേഷനാണ്. ഒരു മണ്ഡലം അല്ലെങ്കിൽ ബ്ലോക്ക് ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ ഒരു കുത്തകയായിട്ട് കൊണ്ടു നടക്കുന്നൊരു സമ്പ്രദായം. അപ്പോൾ അതിലും വലിയ വർഗീയത ഇതിൽ അപ്പുറത്ത് ഒന്നുമില്ല. ഇപ്പോൾ ഈ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ SDPI. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ SDPIയുടെ പ്രവർത്തകരാണ് പുന്നൻ ഔഷാദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ ചാവക്കാട് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു വിഷയം വരുന്ന സമയത്ത് പരസ്യമായിട്ട് വ്യാപകമായിട്ട് ഈ SDPI പിന്തുണ അത് സ്വീകരിക്കുന്നില്ല എന്ന് പറയാനായിട്ട് കോൺഗ്രസ് തയ്യാറായിട്ടില്ല. എന്തായിരിക്കും കാരണം? അല്ല, അത് ഇവിടുത്തെ UDFൻ്റെ കാൻഡിഡേറ്റ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആര് വോട്ട് തന്നാലും സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിൽ എന്താണ് അവരായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെത് നമുക്ക് വിളിച്ചത് മറച്ചു വയ്ക്കാനുള്ളത്? അവർ ഓപ്പണായിട്ട് UDF കാൻഡിഡേറ്റ് പറഞ്ഞു ആര് വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരൊരു കപടമുഖമാണ് അത് കാണുന്നത്. ചേട്ടാ നമസ്കാരം. എന്താണ് ചേട്ടാ ഈ BJPയിലേക്ക് ഈ ഒരു പ്രായത്തിൽ കടന്നു വരാനുള്ള കാരണം? 53 കൊല്ലമായി ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ അമ്മ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. തികച്ചും അവഗണന എന്ന് മാത്രമല്ല, വിശ്വസിച്ചൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണ് പാരവയ്ക്കുക. അങ്ങനെ അതായത് ഒരു കാര്യത്തിനും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു നേതാവുണ്ടായിരുന്നതാണ് പത്മജ വേണുഗോപാൽ. അവർ BJPയിലേക്ക് പോകുന്നു, എന്നാൽ പിന്നെ കുറേ കൂടി സുരക്ഷിതം അതാണ് എന്ന് ഞങ്ങൾക്കും തോന്നി. പിന്നെ BJPയെ പറ്റി വർഗീയ പാർട്ടി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതിനേക്കാൾ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ അതിനേക്കാൾ വലിയ വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ്. അത് മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം കൃത്യമായിട്ട് നടക്കുന്നത് നമുക്കറിയാം. ആലപ്പുഴയിലെയും കാസർഗോട്ടേക്ക് മുദ്രാവാക്യം വിളി, അതുപോലെ തന്നെ അവരുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ന്യൂനപക്ഷ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും വേണ്ടാത്ത ചെയ്താൽ പോലും അതിനെ നേരിടാനോ പറയാനോ കോൺഗ്രസ്സുകാർ തയ്യാറാവില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ MP ഉണ്ടല്ലോ TN പ്രതാപൻ, അദ്ദേഹത്തിന് ഇവിടെ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു അറിവ് നിങ്ങൾക്കുണ്ട്? അതൊക്കെ കേൾക്കുന്നു. അതേപ്പറ്റി പാർട്ടി ഇതിനു മുൻപ് പാർട്ടിയിൽ പ്രവർത്തിച്ച് നേരത്തെ പറഞ്ഞ മാതിരി, ഞങ്ങളുടെ നേതാവ് പറഞ്ഞ മാതിരി, നേരത്തെ ഇവിടെ നിന്ന് സംസാരിച്ച പോലെ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് ശേഷം ഓരോ നേതാവിനെ പറ്റി അങ്ങനെ അത്തരം പരാമർശങ്ങൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ BJP കേരളത്തിൽ ഈ വട്ടം സീറ്റ് പിടിക്കുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടോ? ഞങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നു സീറ്റ് പിടിക്കുമെന്ന്. അതിൽ തൃശ്ശൂർ ഉണ്ടാകുന്നു, തിരുവനന്തപുരം, ഒരു പക്ഷേ ആലപ്പുഴ, പാലക്കാട്
പിന്നെ ഒരു ഇതും കൂടി 5 സീറ്റ് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ കിട്ടുകയെന്നറിയില്ല. ഇപ്പോൾ തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകൾ കുറേ കൂടി അനുകൂലമാണ്, സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. പിന്നെ മുത്തലാഖ് നിരോധനം മുസ്ലിം സ്ത്രീകളിൽ തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു പെൺകുട്ടി ഉള്ള അച്ഛനും അമ്മയും മുസ്ലിം ആണെങ്കിൽ തന്നെ അവർ ഇതിനെ അനുകൂലിക്കുന്നുണ്ട്. എന്നോട് പല മുസ്ലിങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ഒരു നിയമം കൊണ്ടുവന്ന് ഏറ്റവും ഉത്തമമായി എന്ന്. ഞാനൊരു പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ മറ്റും നടത്തുന്ന ആളാണ്. അപ്പോൾ ധാരാളം ആൾക്കാരായിട്ട് പരിചയമുണ്ട്. പാർട്ടി കോൺഗ്രസ്സുകാരൻ എന്നുള്ള അതിൽ കവിഞ്ഞ് ആ ഒരു രംഗത്തുണ്ട്. അതുകൊണ്ട് ധാരാളം പേര് എന്നോട് പറയാറുണ്ട് വളരെ ഉത്തമമാണ് എന്ന്. പക്ഷേ എന്തുകൊണ്ടോ BJP അത് ശരിക്കും ഉൾക്കൊള്ളുന്നില്ല. മുസ്ലിം സ്ത്രീകളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ചിന്താഗതി ഉണ്ടെന്നുള്ളത് എല്ലാവരും അത് ശരിക്കും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വരാനുണ്ടായ കാരണം കോൺഗ്രസിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ ഒരു ഡെവലപ്പില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മജ വേണുഗോപാൽ നിൽക്കുമ്പോൾ ആൾക്കാർ കാല് വരിക തോൽപ്പിക്കുക. ഒരു വനിതയെങ്കിലും നിയമസഭയിൽ ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെന്താ കാരണം വെച്ചാൽ പത്മജയുടെ കൂടെ നിൽക്കുന്നത്. പത്മജ BJPയിലേക്ക് വന്നപ്പോൾ നമുക്ക് BJPയിൽ വരാൻ തോന്നി. പഴയ ഞങ്ങൾ കോൺഗ്രസ്സുകാരനോടൊപ്പം നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അത്. അപ്പം പത്മജ ചേച്ചി എന്ന് പറഞ്ഞാൽ ആരും ചതിക്കില്ല, ഞാനങ്ങനെ അറിഞ്ഞിട്ടുള്ള. കാരണം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ നിയമസഭയിൽ ഒരു വനിത ജയിക്കണമല്ലോ, ആ വനിതകൾക്കെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കിട്ടണമല്ലോ എന്നുള്ള മനസാക്ഷി കൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും BJPയിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം. കാരണം എന്താ, തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചാൽ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയാവുമെന്നാണ് എൻ്റെ ഒരു പക്ഷം. ഡെവലപ്പിംഗ് ഉണ്ടാവും. ആ ഡെവലപ്പിംഗാണ് ഞാൻ മൊത്തം ജനങ്ങളിൽ എല്ലാവരിലെയും കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്തിനും ഒരു തടസ്സമാണ്. കോൺഗ്രസ്സിൽ തമ്മിൽ തല്ലൂട്ടാണ്. അപ്പോൾ തല്ലൂട്ടം കാരണം കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ മനസ്സ് മാറുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പറ്റി എന്താണ് അഭിപ്രായം? രാഹുൽ ഗാന്ധിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിനെ പറ്റിയിട്ട് എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നല്ലത് എന്താണ് പറയാനുള്ളത്? ആള് ചിലപ്പോൾ നല്ലത് ചെയ്യായിരിക്കും. അത് ജയിച്ചപ്പോൾ ആള് പ്രധാനമന്ത്രി ആവാനായിട്ട് ആൾക്കാർ കൂടുതൽ ആഗ്രഹിക്കണില്ലല്ലോ. ആളൊരു ചെറുപ്പല്ലേ എന്ന് വെച്ചിട്ടല്ലേ. ചെറുപ്പം 52 വയസ്സായാലും എങ്ങനെ ഒരു ഏകദേശം നമ്മളൊരു പ്രായം. എനിക്ക് 53 വയസ്സായിട്ടുള്ളൂ എനിക്ക്. അപ്പം ഞാൻ വളരെ ചെറുപ്പം മുതൽ ഞാൻ കാരണം ആളെ പറ്റിയിട്ട് ഞാൻ അപവാദങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പം നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളറിയാത്ത കാര്യങ്ങളോ ഒരാളെ കുറ്റം പറയണതിൽ നമ്മളെന്താ അർത്ഥം? തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടമാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്ന ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തരത്തിൽ ഗുണമാകുമെന്നതിൽ തർക്കമില്ല. പത്മജയുടെ സഹോദരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി K മുരളീധരൻ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസിൽ നിന്ന് നിരവധി ചുമതല വഹിക്കുന്ന ആളുകൾ BJPയിലേക്ക് പ്രവേശിക്കുന്നത് BJPയെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന ഒരു വിഷയമാണെന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പോരാട്ടം തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നുള്ളതിലും തർക്കമില്ല. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.